സ്നേഹമുള്ളവരെ, സുവിശേഷത്തിൻ്റെ സന്തോഷം, സുവിശേഷത്തിൻ്റെ രക്ഷ ഈ ദിവസങ്ങളിലായിട്ട് നാം ചിന്തിക്കുകയായിരുന്നു. സുവിശേഷം എന്ന് വെച്ചാൽ ഈശോയാണ് രക്ഷകൻ. നക്ഷൽ ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. രക്ഷയുടെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ നാം ചിന്തിക്കുകയായിരുന്നു, ധ്യാനിക്കുകയായിരുന്നു. അതിൽ ഭൗതികമായിട്ടുള്ള തലങ്ങൾ, സർവാധിപനായ സർവശക്തനായ അത്യുന്നതനായ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈശോ എന്നെ അനുഗ്രഹിച്ചു കൊള്ളും, ഈശോ എൻ്റെ കൂടെ ഉണ്ടായിക്കൊള്ളും. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകുന്ന തമ്പുരാൻ്റെ രക്ഷ. ഈശോയോട് ചോദിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്താൽ, ഈശോയെ ക്ഷണിച്ചുകൊണ്ട് ചെയ്താൽ, അവിടെ കുറവുണ്ടെങ്കിലും ഈശോയുടെ അത്ഭുതം പ്രവർത്തിക്കും. കാനായിലെ കല്യാണ വിരുന്നിലെ ആ കുടുംബത്തിൻ്റെ അപമാനത്തിൽ നിന്ന് ഈശോ കുടുംബത്തെ രക്ഷിക്കുന്നു. നമ്മുടെ അധ്വാനങ്ങൾ ഈശോ കാണുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ വരുമ്പോഴും ഈശോ പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾക്കൊന്നും കിട്ടിയില്ലേ, നിങ്ങൾ വലത്തുവശത്തേക്ക് വലയിടുക. ഈശോയുടെ സ്നേഹമാണത്. നമ്മുടെ അധ്വാനങ്ങളുടെ വേദന നമ്മുടെ ഈശോ മനസ്സിലാക്കുന്നുണ്ട്. ആ മേഖലകളൊക്കെ ഈശോ രക്ഷിക്കും, അധ്വാനത്തിൻ്റെ മേഖലകളൊക്കെ. വീണ്ടും നാം മനസ്സിലാക്കി, ഈശോയുടെ രക്ഷയുടെ അടുത്തൊരു തലം രോഗസൗഖ്യമാണ്. രോഗം, വേദനകൾ, സഹനങ്ങൾ, ആ മേഖലകളിലൊക്കെ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈശോയെ സ്പർശിച്ചവരൊക്കെ, ഈശോയെ സ്പർശിക്കാൻ ആഗ്രഹിച്ചവരൊക്കെ അവരൊക്കെ സൗഖ്യപ്പെടുകയാണ്. സൗഖ്യദായകരായ ഈശോയുടെ രക്ഷ നാം മനസ്സിലാക്കി, നാം അത് അനുഭവിച്ചു. നമ്മുടെ മാനസികമായ രോഗങ്ങളും ഈശോയുടെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ചു. നമ്മളത് വളരെ വിശദമായിട്ട് കാണുകയുണ്ടായി. നമ്മുടെ മനസ്സുകൾക്ക് ഈശോയുടെ സൗഖ്യം ലഭിക്കണം. ഈശോ എൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മുടെ മനസ്സുകൾ പ്രവേശിച്ചാലാണ് നമ്മുടെ മനസ്സുകൾ ശാന്തമാക്കും. ഈശോയുടെ സൗഖ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കൂ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ആ മാനസിക മേഖലകളിലുള്ള ഈശോയുടെ സൗഖ്യം നമ്മൾ തിരിച്ചറിയുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഡെലിവറൻസ് ഫ്രം ദി ഈവിൾ സ്പിരിറ്റ്, ഫ്രം ദി ഈവിൾ വൺ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ എന്ന വിശുദ്ധ കുർബാനിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? സർവശക്തനായ തമ്പുരാൻ, കൃപാപൂർണ്ണ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ദുഷ്ടാരൂപിയിലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ. പിശാചുണ്ട്, പക്ഷെ അവൻ തോൽപ്പിക്കപ്പെട്ടവനാണ്. ഈസ് എ ഡിഫീറ്റഡ് വൺ. അവിടെ നമുക്ക് ജാഗ്രത വേണം, പക്ഷെ ഭയപ്പാട് വേണ്ട. കാരണം കർത്താവ് അവനെ കുരിശിൽ തോൽപ്പിച്ചിരിക്കുന്നു. ഈസ് എ ഡിഫീറ്റഡ് വൺ. കർത്താവിനോട് ചേർന്ന് നിന്നാൽ പിശാച് തോറ്റു. തോറ്റ പിശാചിനെ ഇനി നമ്മൾ കണ്ടമാനം ബഹുമാനിക്കേണ്ട. അവൻ തോറ്റവനാണ്. ഞാൻ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നു, ചിലർക്ക് പേടി കൂടുതലാണ്, പിശാചിൻ്റെ ഭയങ്കര പേടി. ഈസ് എ ഡിഫീറ്റഡ് വൺ, തോൽപ്പിക്കപ്പെട്ടവനാണ്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വിജയം നമുക്ക് സുനിശ്ചിതമാണ്. കർത്താവ് നമ്മുടെ ഒപ്പമുണ്ട്. അതുകൊണ്ട് ജാഗ്രതയോടെ ഈശോയുടെ രക്ഷയുടെ വ്യത്യസ്തമായ തലങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ആ രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം നമ്മൾ കാണുകയാണ്. സുവിശേഷത്തിൻ്റെ രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലം അതൊരു ആത്മീയ തലമാണ്. ഈ തലം നമുക്ക് മനസ്സിലായാലാണ് രക്ഷയുടെ പൂർണ്ണത നാം ഗ്രഹിക്കുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഒത്തിരി പേർക്ക് ഇത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈശോയെ രക്ഷകനെന്ന് പറയുമ്പോഴും ഈശോ നമ്മെ എങ്ങനെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. ഈശോ നമ്മെ രക്ഷിച്ചിരിക്കുന്നത് ഏത് തലത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല. സ്നേഹമുള്ളവരെ, കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ നാം വായിക്കുന്നു. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. ക്രിസ്തു ഈശോ നമ്മെ രക്ഷിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഈശോ നമ്മെ മരിച്ചിരിക്കുന്നു. ഇതാണ് സുവിശേഷത്തിൻ്റെ നട്ഷൽ. നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ റോമക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം തിരുവചനം നമ്മളൊന്ന് ധ്യാനിക്കണം.
പൗലോസ്ലീഹ മനുഷ്യവംശത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് അവിടെ പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. നമ്മളൊക്കെ പാപം ചെയ്തിരിക്കുന്നു, നമ്മളൊക്കെ അയോഗ്യരാണ്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിലാണ്, എല്ലാവരും പാപികളായിരിക്കുന്നൊരവസ്ഥയിലാണ് ക്രിസ്തുവിൻ്റെ രക്ഷ കടന്നു വരുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പാപം ചെയ്തിട്ടുണ്ടെങ്കിലേ പാപത്തിന് ശിക്ഷയുണ്ടോ? പാപത്തിന് ശിക്ഷയുണ്ട്. പാപം ചെയ്താൽ പാപത്തിന് ശിക്ഷയുണ്ട്. തിരുവചനം പഠിപ്പിക്കുന്നു, റോമക്കാർക്ക് എഴുതിയ ലേഖനം 6-23 തിരുവചനം, പാപത്തിൻ്റെ ശിക്ഷ മരണമാണ്. പാപത്തിന് ശിക്ഷയുണ്ട്. അപ്പോൾ ശിക്ഷയുണ്ടെങ്കിലേ അതിന് പരിഹാരം ചെയ്യണം. സംബഡി ഹാസ് ടു ഡു ദ അറ്റോൺമെൻറ്റ് ഫോർ ദാറ്റ് സീൻ. പരിഹാരം ചെയ്യണം. ഇവിടെ പ്രസക്തമായുള്ളൊരു ചോദ്യം, ഞാൻ ചെയ്ത പാപത്തിനുള്ള പരിഹാരം എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞാൻ ചെയ്ത പാപത്തിനുള്ള പരിഹാരം എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റുമോ? പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ നീതിയുടെ മുമ്പിലേ ഞാൻ ചെയ്തിട്ടുള്ള ചെറിയ പാപത്തിന് പോലും പൂർണ്ണമായ ദൈവീകമായ പരിഹാരം, നീതീകരണം എനിക്ക് നിർവഹിക്കാൻ സാധിക്കില്ല എന്ന് റോമക്കാർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ വളരെ സുവ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം, ഞാൻ ചെയ്തിട്ടുള്ള ചെറിയ പാപത്തിന് പോലുമുള്ള പരിഹാരം, എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് എനിക്ക് ചെയ്തു തീർക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എന്തായ അവസ്ഥ? കാര്യം കുഴഞ്ഞു മറിഞ്ഞു. കാരണം ഞാൻ പാപം ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മളൊക്കെ പാപം ചെയ്തിട്ടുണ്ട്. ആ പാപത്തിനുള്ള ശിക്ഷ ഉറപ്പാണ്. അതിന് പരിഹാരം ചെയ്യണം. പരിഹാരം എന്നെ കൊണ്ട് ചെയ്യാനും പറ്റണില്ല. ഞാൻ പരിഹാരം ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും ആവണില്ല. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിലേ, ഞാൻ ചെയ്ത പാപം മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ത്ലാസ് എടുക്കുക. ആ ത്ലാസിൻ്റെ ഒരു ഭാഗത്ത് ഇടുകയാണെങ്കിൽ ഒരു ചാക്ക അരിയുടെ കനണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ചെയ്ത ചെറിയൊരു പാപം പോലും, ഞാൻ എൻ്റെ ജീവിതകാലത്ത് ചെയ്യുന്ന പരിഹാരം, അതിൻ്റെ കനം ഒരു ഒറ്റക്കല്ലിൻ്റെ കനം. എൻ്റെ പാപം അരിച്ചാക്ക് തന്നെ അത് കിടക്കുള്ളൂ. ഞാൻ ചെയ്ത പരിഹാരം കൊണ്ടാകുന്നില്ല. അപ്പോൾ പ്രശ്നം ഗുരുതരായി. എന്തു ചെയ്യും? ആര് പാപത്തിന് പരിഹാരം ചെയ്യും? ഇതാണ് രക്ഷ. എൻ്റെ പ്രിയമുള്ളവരെ, ഇതാണ് സുവിശേഷത്തിൻ്റെ രക്ഷ. എനിക്ക് പരിഹാരം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തു. ഇതാണ് സുവിശേഷത്തിൻ്റെ രക്ഷ. ശരിക്കും ഞാൻ ആ കുരിശിൽ കിടക്കേണ്ടിയിരുന്നേ. ഞാൻ ആ കുരിശിൽ കിടന്നാലും അതൊരു പരിഹാരമാവില്ല. അപ്പോൾ ഈശോ എന്നോട് പറയാ, നീ കിടക്കണ്ട. നീ കിടന്നാലും പരിഹാരമാവില്ല. നിനക്ക് പകരം ഞാൻ അവിടെ കിടക്കുന്നുണ്ട്. നിനക്ക് പകരം നിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഞാൻ നിനക്ക് വേണ്ടി കുരിശിൽ കിടന്നിട്ടുണ്ട്. ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇതാണ് എൻ്റെ പ്രിയമുള്ളവരെ രക്ഷ. ഇതാണ് സുവിശേഷത്തിൻ്റെ രക്ഷ. ഇത് നമ്മൾ തിരിച്ചറിയണം. ജീസസ് ക്രൈസ്റ്റ് ഹസ് സേവ്ഡ് അസ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമ്മെ രക്ഷിച്ചിരിക്കുന്നു. വി ആർ സേവ്ഡ്. നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങൾ മാറായി. ഈശോ എനിക്ക് വേണ്ടി പരിഹാരം ചെയ്തിരിക്കുന്നു. കർത്താവ് എനിക്ക് വേണ്ടി പരിഹാരം ചെയ്തിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷകൻ ഇത് ആഴത്തിൽ ധ്യാനിച്ചുകൊണ്ട് യോഹന്നാൻ സുവിശേഷകൻ 1-ാം അധ്യായം 29-ാം തിരുവചനം, സ്നാപക യോഹന്നാൻ ഈശോയെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. POC ബൈബിൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, നീക്കുന്ന എന്നുള്ളത് മാത്രമല്ല, വഹിക്കുന്ന എന്നും ആ വാക്കിന് തർജ്ജമ ചെയ്യാം. വഹിക്കുന്ന, ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന, ഏറ്റെടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പെസഹ കുഞ്ഞാടിനെ പോലെ ലോകത്തിൻ്റെ പാപം വഹിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്
കർത്താവ് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മെ ഈശോ രക്ഷിച്ചിരിക്കുന്നു, നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തിരിക്കുന്നു. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി പെസഹ കുഞ്ഞാടായി തീർന്നിരിക്കുന്നു ഈശോ. നമുക്ക് വേണ്ടി പെസഹ കുഞ്ഞാടായി തീർന്നിരിക്കുന്നു. ആ കുഞ്ഞാടിൻ്റെ രക്തം മൂലമാണ് പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനം അവർ പെസഹ ആഘോഷിച്ച കുഞ്ഞാടിൻ്റെ രക്തം മൂലമാണ് രക്ഷിക്കപ്പെടുന്നത്. നാം വായിക്കുന്നുണ്ട്. ഇതാ പെസഹ കുഞ്ഞാടായ ഈശോ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോയാണ് പെസഹ കുഞ്ഞാട്. ആ ഈശോ ആ പെസഹ ദിവസം ഈശോ ലോകത്തിൻ്റെ മുമ്പിലെ ബലിയർപ്പിക്കുകയാണ്, ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി. യോഹന്നാന്റെ സുവിശേഷം അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, പെസഹ കുഞ്ഞാടായ ഈശോയെ അവിടെ വളരെ സുവ്യക്തമായിട്ട് വരച്ചു വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായത്തിലെ സഹനദാസനായി ഈശോയെ വളരെ വ്യക്തമായിട്ട് നാം വായിക്കുന്നത്. യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം, സഹനദാസൻ, കർത്താവിൻ്റെ ദാസൻ. 5-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നാം സൗഖ്യമാക്കപ്പെട്ടത്, നാം രക്ഷിക്കപ്പെട്ടത് ഈശോ പാപം ഏറ്റെടുത്തത് കൊണ്ടാണ്, ഈശോ കുരിശിൽ കിടന്നതുകൊണ്ടാണ്. സഹനദാസനെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ടായി. അവിടെ വീണ്ടും നമ്മൾ വായിക്കുന്നു, കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. ഈശോ നമുക്ക് വേണ്ടി കുരിശിലേറി നമ്മെ രക്ഷിച്ചിരിക്കുകയാണ്. ഹി സേവ്ഡ് അസ് ബൈ ദ ക്രോസ്. കർത്താവ് കുരിശിനാൽ നമ്മളെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പൊരുളിതാണ്. നമ്മുടെ പാപങ്ങൾ കുരിശിൽ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. ഈ ഒരു ചിന്ത ആഴത്തിൽ നമ്മുടെ മനസ്സിൽ, ആത്മാവിൽ നമ്മുടെ മനസ്സിലുണ്ടാകണം. ക്രിസ്ത്യാനിറ്റി ഈസ് നെവർ ടോട്ട്, ഇറ്റ് ഈസ് കോട്ട് എന്ന് പറയും. പരിശുദ്ധാരൂപിയിൽ ഈ ചിന്ത നമ്മെ പിടികൂടണം. ഈശോ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തിരിക്കുന്നു, എന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ ചിന്ത എന്നെ പിടികൂടണം. ഈശോ എന്നെ രക്ഷിച്ചിരിക്കുന്നു. ജീസസ് ഹാസ് സേവ്ഡ് മീ. കർത്താവ് എന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ ചിന്ത നമ്മുടെ മനസ്സുകളിലെ ആഴത്തിലുണ്ടാകട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, വീണ്ടും എൻ്റെ ഏറ്റവും അവസാനത്തിലെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവനേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം 12-ാം തിരുവചനത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, എന്നിട്ടും അനേകരുടെ പാപഭാരം അവനേറി. വിശുദ്ധ കുർബാന സ്ഥാപനത്തിൽ ഈശോ പറയുന്നത് അത് തന്നെയല്ലേ? പാപങ്ങളുടെ മോചനത്തിനായി, അനേകരുടെ പാപങ്ങളുടെ മോചനത്തിനായി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തം. നമുക്കറിയാം, ഹെബ്രായർക്കാർക്ക് എഴുതിയപ്പെട്ട ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 9-ാം അധ്യായം 22-ാം തിരുവചനം, രക്തം ചിന്താതെ പാപമോചനമില്ല എന്ന്. ലേവ്യരുടെ പുസ്തകം 17-ാം അധ്യായം 11-ാം തിരുവചനം, ആ രക്തം ചിന്തിക്കൊണ്ടുള്ള, ആടുമാടുകളുടെ രക്തം ചിന്തിക്കൊണ്ടുള്ള പാപപരിഹാര ബലികളെക്കുറിച്ച്, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച്, രക്തമാണ് ജീവൻ നൽകുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 22-ാം തിരുവചനം, രക്തം ചിന്താതെ പാപപരിഹാരമില്ല. നമുക്ക് വേണ്ടി രക്തം ചിന്തി ഈശോ നമ്മെ രക്ഷിച്ചിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഇതിൻ്റെ സൂചന, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് മോചനദ്രവ്യമായി നൽകാനും അത്രേ. എന്താ പറഞ്ഞത്? ശുശ്രൂഷിക്കാനല്ല, ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് മോചനദ്രവ്യമായി, ആസ് എ റാൻസം, നമുക്ക് പകരം മോചനദ്രവ്യമായി നമുക്ക് പകരം പിതാവിൻ്റെ നീതിയുടെ മുമ്പിലെ ദ ജസ്റ്റിഫിക്കേഷൻ. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് വളരെ മനോഹരമായിട്ട് ഇത് പഠിപ്പിക്കുന്നു. ദ ജസ്റ്റിഫിക്കേഷൻ, നമ്മയൊക്കെ കർത്താവ് രക്ഷിക്കുന്നു, കർത്താവ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ള ഒരവബോധം, രക്ഷയുടെ അവബോധം നമ്മുടെ ആത്മാവുകളെ
സ്പർശിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവർ. ഇത് ആത്മീയമായി വെളിപ്പെടുത്തപ്പെടുന്ന ഒരു സത്യമാണ്. ഈശോ എന്നെ രക്ഷിച്ചിരിക്കുന്നു, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ഈശോ ഏറ്റെടുത്തിരിക്കുന്നു, ഈശോ എന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ അവബോധം നമ്മുടെ ആത്മാവിൽ വരണം, നമ്മുടെ ആത്മാവിലേക്ക് പ്രവേശിക്കണം ഈ ഒരു ചിന്ത. അപ്പോൾ സുവിശേഷം ജീവിക്കുന്നവരായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുക, സുവിശേഷത്തിൻ്റെ സന്തോഷം പ്രചരിക്കുന്നവരായിട്ട്, സുവിശേഷത്തിൻ്റെ സന്തോഷം പ്രഘോഷിക്കുന്നവരായിട്ട് നമ്മൾ രൂപാന്തരപ്പെടണമെങ്കിലേ ഈ ഒരു അവബോധം നമ്മുടെ മനസ്സുകളിൽ വന്ന് നിറയണം. സ്നേഹമുള്ളവരെ, റോമക്കാർക്ക് എഴുതിയ ലേഖനം മുഴുവൻ ഈ കാര്യമാണ് പൗലോസ് ലീഹ ചർച്ച ചെയ്യുന്നത്. നമുക്ക് പാപികൾ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഈശോ രക്തം ചിന്തി, ഈശോ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു, ഈശോ നമ്മെ രക്ഷിച്ചിരിക്കുന്നു. വളരെ മനോഹരമായിട്ട് ജ്ഞാനസ്നാന അവസരങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ പല ആവർത്തി, ഒരു മനുഷ്യൻ്റെ പാപം മൂലം പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചെങ്കിൽ മറ്റൊരു മനുഷ്യൻ്റെ പ്രവൃത്തി മൂലം, മറ്റൊരു മനുഷ്യൻ്റെ പീഡാസഹനങ്ങൾ മൂലം എത്രയോ അധികമായിട്ട് കൃപാവരം ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് ആ ഒരു അവബോധത്തിലേക്ക് ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ ഓരോ ക്രിസ്ത്യാനിയും പ്രവേശിക്കുന്നത് ഈ അവബോധത്തിലേക്കാണ്. ക്രിസ്തുവിൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഈ ഒരു അവബോധത്തിലാണ്. ക്രിസ്തുവിൽ മരിച്ച് ക്രിസ്തുവിൽ ഉയർപ്പിക്കപ്പെട്ടവരായിട്ട് ജീവിക്കുന്നു, ഈ ഒരു ചിന്തയിലാണ്. ഇതാണ് ജ്ഞാനസ്നാനത്തിൻ്റെ പൊരുൾ തന്നെ. അവിടെ പൗലോസ് ലീഹ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇനി വീണ്ടും പാപം ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ കൃപ വർദ്ധിക്കാൻ വേണ്ടി വീണ്ടും പാപം ചെയ്യാമോ? ഞങ്ങളങ്ങനെ തെറ്റായി പഠിപ്പിക്കുന്നു എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ ഈ ചോദ്യം അവിടെ ഉന്നയിക്കുകയാണ്. ഒരിക്കലുമില്ല. ഇനി എനിക്കെങ്ങനെയാണ് പാപം ചെയ്യാൻ പറ്റുക? എനിക്ക് വേണ്ടി ഞാനാ ശരിക്കും ആ കുരിശിൽ കിടക്കേണ്ടിയിരുന്നേ. ഞാൻ ആ കുരിശിൽ കിടന്നാലും എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാകില്ലായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടി എൻ്റെ തമ്പുരാൻ എനിക്ക് വേണ്ടി പരിഹാരം ചെയ്തു, കുരിശിൽ കിടന്ന് പരിഹാരം ചെയ്തു. ആ ഈശോയെ വേദനിപ്പിക്കാൻ ഇനി എനിക്ക് സാധിക്കുമോ? നാം ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീർന്നില്ലേ? നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചെങ്കിൽ ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിക്കപ്പെട്ടവരാണ്. മാമോദീസ സ്വീകരിക്കുന്നൊരു വ്യക്തി ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ്, ക്രിസ്തുവിനോടുകൂടി ജീവിക്കുന്നൊരു വ്യക്തിയാണ്. പൗലോസ് അപ്പോസ്തലനെ പോലെ എനിക്ക് മരണം നേട്ടവും ജീവിതം ക്രിസ്തുവുമാണ്. ഈ രക്ഷ മനസ്സിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിക്ക് പിന്നെ ഒന്നിനെയും പേടിക്കാനില്ല. കാരണം ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലനെ പോലെ പറയാൻ ഒരു ക്രിസ്ത്യാനിക്ക് സാധിക്കും. അതുകൊണ്ടല്ലേ മരണത്തെ നോക്കിക്കൊണ്ട് പോലും പൗലോസ് അപ്പോസ്തലൻ വെല്ലുവിളിക്കുന്നത്, മരണമേ നിൻ്റെ വിജയം എവിടെ? മരണമേ നിൻ്റെ ധ്വംസനം എവിടെ? എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. മരിച്ച ക്രിസ്തുവിനോട് കൂടി ആയിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. എഷ്വേർഡ്, ഗ്യാരണ്ടീഡ്, സേവ്ഡ്, ഷുവർ ചെക്ക്, യു ആർ സേവ്ഡ്. നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, കർത്താവ് നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ സന്തോഷത്തിൽ ജീവിക്കാനാണ്, ഈ ആനന്ദത്തിൽ ജീവിക്കാനാണ് ഈശോ ഇന്ന് നമ്മെ വിളിക്കുന്നത്. ഇതാണ് സുവിശേഷത്തിൻ്റെ സന്തോഷം, ഇതാണ് സുവിശേഷത്തിൻ്റെ ആനന്ദം. ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ സന്തോഷം തിരിച്ചറിഞ്ഞ്, കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം വളരെ വിശദമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുകയുണ്ടായി. ഈ ആശയമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നത്. ഈശോ നമ്മെ രക്ഷിച്ചിരിക്കുന്നു. ആ രക്ഷയുടെ സന്തോഷത്തിൻ്റെ പ്രഘോഷകരായിട്ട് നാം തീരേണ്ടിയിരിക്കുന്നു. എന്താണ് പ്രിയമുള്ളവർ സുവിശേഷ പ്രഘോഷണം? ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഈശോ രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് പറയാതിരിക്കാൻ പറ്റുമോ? അതൊരു മാമോദിസ മുക്കുക, ആ ഒരു ചിന്ത മാത്രമല്ല അതിൻ്റെ ഉള്ളിലുള്ളത്. എൻ്റെ ഈശോ എന്നെ രക്ഷിച്ചിരിക്കുന്നു, ഐ എം സേവ്ഡ്. ആ സന്തോഷത്തിൻ്റെ നിറവിലേക്ക് നിനക്കറിയില്ലേ ഈശോ രക്ഷിച്ചത്? നിനക്കറിയില്ലേ ഈശോ നിന്നെ രക്ഷിച്ചത്? ഈശോ രക്ഷകനാണ്, ഈ ലോകത്തിൻ്റെ രക്ഷകനാണ് എന്നുള്ളത് ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അത് നമ്മൾ പറയും, അത് നമ്മൾ പ്രഘോഷിക്കും. അതാണ് സുവിശേഷ പ്രഘോഷണം. സ്നേഹമുള്ളവരെ, ആ സുവിശേഷം പ്രഘോഷിക്കുന്നവരായിട്ട് മാറാൻ, രൂപാന്തരപ്പെടാൻ നമുക്കിന്ന് സാധിക്കേണ്ടതുണ്ട്. ഈശോയുടെ രക്ഷയുടെ സുവിശേഷത്തിൻ്റെ പ്രഘോഷകരായിട്ട് നാം ഓരോരുത്തരും രൂപാന്തരപ്പെടേണ്ടതുണ്ട്. ഹൃദയത്തിലെ, മനസ്സിലെ, ആത്മാവിലെ, നമ്മുടെ ഭൗതിക തലങ്ങളിലെ, നമ്മുടെ രോഗത്തിൻ്റെ വേദനകളുടെ തലങ്ങളിലൊക്കെ ഈശോയുടെ രക്ഷ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ആ ഈശോയുടെ രക്ഷയുടെ പ്രഘോഷകരായിട്ട് രൂപാന്തരപ്പെടുമ്പോൾ
ഈശോ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നിറവേറുകയായി. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് നിങ്ങളെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിനെ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ക്രൈസ്തവൻ്റെ വെളിച്ചം പ്രകാശിക്കുന്നത് അങ്ങനെയാണ്, ക്രിസ്തുവിൻ്റെ രക്ഷയുടെ പ്രഘോഷണത്തിലൂടെ. ക്രൈസ്തവൻ്റെ രക്ഷ പ്രഘോഷിക്കപ്പെടുന്നത് അങ്ങനെയാണ്. അവൻ്റെ പ്രകാശം വെളിപ്പെടുന്നത് അങ്ങനെയാണ്. ഈ സുവിശേഷത്തിൻ്റെ രക്ഷ വെളിപ്പെടുന്നത് അങ്ങനെയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ വിശുദ്ധ കുർബാനയിൽ, സീറോ മലബാർ കുർബാനയിൽ പ്രത്യേകിച്ചും നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ആവർത്തിച്ച് ഈ ആശയങ്ങൾ കടങ്ങളുടെ പൂർത്തിക്കായിട്ട്, പാപങ്ങളുടെ മോചനത്തിനായിട്ട് യേശു അർപ്പിച്ച ഈ ബലി, അത് കുരിശിലർപ്പിച്ച ബലി വീണ്ടും അൾത്താരയിൽ വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ, അനുഷ്ഠിക്കപ്പെടുമ്പോൾ, ഈശോയുടെ ആ രക്തം ചിന്തിയുള്ള ബലി രക്തം ചിന്താതെ അൾത്താരകളിൽ ആവർത്തിക്കപ്പെടുമ്പോൾ നാം വീണ്ടും അതിൽ പങ്കുചേരുകയാണ്. ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം പ്രധാനപ്പെട്ടത്, ഈശോ നമ്മെ രക്ഷിച്ചിരിക്കുന്നു. ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. കൃപയാൽ വിശ്വാസത്താലാണ് നാം രക്ഷപ്പെടുന്നത്, അതിൻ്റെ പ്രവൃത്തി കൊണ്ട് മാത്രമല്ല. എന്നാൽ ആ കൃപയാൽ വിശ്വാസത്താൽ, അതിൻ്റെ പ്രവൃത്തി കൊണ്ടല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ രക്ഷപ്പെടുന്നതിൻ്റെ പ്രവൃത്തി കൊണ്ടല്ല. കൃപയാൽ വിശ്വാസത്താലാണ് ഞാൻ രക്ഷപ്പെടുന്നത്, എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല. പക്ഷേ ആ കൃപയാൽ വിശ്വാസത്താൽ ഈ രക്ഷ ഞാൻ മനസ്സിലാക്കിയാൽ ഈ രക്ഷയുടെ പ്രഘോഷകരായിട്ട് ഞാൻ രൂപാന്തരപ്പെടും. എനിക്ക് പ്രവർത്തിക്കാതിരിക്കാൻ എങ്ങനെയാണ് പറ്റുക? ഈശോയുടെ രക്ഷ എനിക്ക് മറ്റുള്ളവരോട് പറയാൻ, വിശക്കുന്നവനെ കണ്ടാൽ ഭക്ഷണം കൊടുക്കാൻ, ദാഹിക്കുന്നവനെ കണ്ടാൽ കുടിക്കാൻ കൊടുക്കാൻ, വസ്ത്രമില്ലാത്തവരെ ഉടുപ്പിക്കാൻ, രക്ഷയുടെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക്, ഭൗതികമായ തലങ്ങളിലേക്ക്, മാനസികമായ തലങ്ങളിലേക്ക്, ആത്മീയമായ തലങ്ങളിലേക്ക് ഈശോയുടെ രക്ഷയുടെ പ്രഘോഷകരായിട്ട് നമ്മളൊക്കെ രൂപാന്തരപ്പെടും. അതിനെക്കുറിച്ചൊരു സംശയവുമില്ല. അപ്പോഴാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത് പോലെ, വിശ്വാസം പ്രവൃത്തി കൂടാത്ത വിശ്വാസം ചത്തതാണെന്നും യാക്കോബ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ഒരു സംശയവുമില്ല, നമ്മളുടെ ഈ വിശ്വാസം, കൃപയാലുള്ള രക്ഷ ഹൃദയത്തിൽ അനുഭവിച്ചാൽ നാം രക്ഷപ്പെടുന്ന നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, പക്ഷെ നമ്മുടെ പ്രവൃത്തികൾ സാക്ഷ്യം നിൽക്കും തമ്പുരാൻ്റെ മുമ്പിലേ. കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട്, ആ സ്നേഹത്തിൻ്റെ സൽപ്രവർത്തികളുടെ സാക്ഷ്യങ്ങൾ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിനെ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന്. ഈ കൃപയാൽ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട് സൽപ്രവർത്തികളുടെ സാക്ഷ്യങ്ങൾ, രക്ഷയുടെ സാക്ഷ്യങ്ങളായിട്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടട്ടെ. സ്നേഹമുള്ളവരെ, ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഈ ദിവസം എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം ഇന്ന് പ്രവേശിക്കട്ടെ. ഭൗതികമായ തലങ്ങളിലൊക്കെ ഈശോ നമ്മെ രക്ഷിക്കട്ടെ. നമ്മുടെ മാനസികമായ മേഖലകളിലെ അസ്വസ്ഥതകളിലേക്ക് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ, സൗഖ്യം നൽകട്ടെ. രോഗങ്ങളുടെ അവസ്ഥകൾ ഈശോ സൗഖ്യം നൽകട്ടെ. പൈശാചികമായ ബന്ധനങ്ങൾ, പാപത്തിൻ്റെ സ്വാധീനങ്ങൾ ഈശോ നമുക്ക് സൗഖ്യം നൽകട്ടെ, രക്ഷ നൽകട്ടെ. ആ മേഖലകളിലൊക്കെ നമ്മുടെ അധ്വാനങ്ങൾ അറിയുന്ന തമ്പുരാനാണ്. ഈശോ നമുക്ക് രക്ഷ നൽകട്ടെ. മനസ്സിലാക്കുക, രക്ഷയുടെ ഏറ്റവും വലിയൊരു തലം ഇന്ന് നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. ആ ഈശോയോടുള്ള സ്നേഹത്താൽ, നന്ദിയാൽ, കടപ്പാടാൽ നിറഞ്ഞുകൊണ്ടുള്ളൊരു ജീവിതം. എന്നെ രക്ഷിച്ചെൻ്റെ തമ്പുരാൻ, ഇനി ഞാൻ പരിഹാരം ചെയ്യേണ്ട, എൻ്റെ തമ്പുരാൻ എനിക്ക് വേണ്ടി പരിഹാരം ചെയ്തിരിക്കുക. ഞാൻ ഇനിയും പരിഹാരം ചെയ്യും. ഈ രക്ഷ പറയുമ്പോൾ എനിക്ക് സഹനം വരും, അതെൻ്റെ പരിഹാരമാണ്. എനിക്ക് സാധിക്കാവുന്ന പോലെ പൗലോസ് ശ്ലീഹ പറയുന്ന പോലെ ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ കുറവ് ഞാൻ പരിഹരിക്കും. അതാണ് എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളും അത് പരിഹാരമായിട്ട് സ്വീകരിക്കുക. അത് സ്നേഹത്തെ പ്രതിയുള്ളൊരു പരിഹാരമാണ്. അതുകൊണ്ട് പരിഹാരമാകില്ല. കാരണം കർത്താവിൻ്റെ ആ നീതിബോധത്തിൻ്റെ മുമ്പിലെ കർത്താവിൻ്റെ ഈശോയുടെ രക്തത്തിന് മാത്രമാണ് പരിഹാരമാകാൻ സാധിക്കുക. ഈശോനെ രക്ഷിച്ചിരിക്കുന്നു. ആ സ്നേഹം കൊണ്ട് നിറഞ്ഞുകൊണ്ടുള്ള, ആ കടപ്പാട് കൊണ്ട് നിറഞ്ഞുകൊണ്ടുള്ള, ആ ഹൃദയത്തിന് നന്ദി കൊണ്ട് നിറഞ്ഞുകൊണ്ടുള്ള, ആനന്ദം കൊണ്ട് നിറഞ്ഞുകൊണ്ടുള്ള, കർത്താവിനെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ള അവബോധത്തിൽ നിറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമായിട്ട് എൻ്റെ ജീവിതം ഈശോയെ നീ രൂപാന്തരപ്പെടുത്തണമേ. ഇന്ന് ഈ വചനം കേൾക്കുന്ന അവസരത്തിൽ തന്നെ രക്ഷയുടെ പ്രഘോഷകരായിട്ട് നമ്മെ ഓരോരുത്തരെയും ഈശോ അഭിഷേകം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം
നമുക്ക് ഓരോരുത്തർക്കും നൽകുകയാണ്. ഈശോ നമ്മുടെ കൂടെയുണ്ട്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഈ സുവിശേഷം പറയാൻ ജീസസ് ഈസ് ദ സേവിയർ, ഈശോ എന്നെ രക്ഷിച്ചിരിക്കുന്നു, ഈ ലോകത്തെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ള സദ്വാർത്ത, ഈ സുവിശേഷം പറയാൻ ഈശോ നമ്മെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യുകയാണ്, അനുഗ്രഹിക്കുകയാണ്, ശക്തിപ്പെടുത്തുകയാണ്, കൃപ നൽകുകയാണ്. ഈശോ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.